കോഴിക്കോട് വെള്ളിപറമ്പ് GLP സ്കൂളിൽ ഒരു വ്യത്യസ്തമായ പുതുവത്സരാഘോഷം നടന്നു. പെരുവൽ പഞ്ചായത്തിലെ 3 വാർഡിൽ നിന്നുള്ള മെമ്പർമാർ ഒന്നിച്ച് കുട്ടികൾക്ക് ബിരിയാണി വെച്ച് നൽകിയായിരുന്നു ഈ ആഘോഷം. 19, 20, 22 വാർഡുകളിലെ മെമ്പർമാരായ ബിജു ശിവദാസ്, PN മൊയ്തീൻ കോയ, അനീഷ് പാലാട്ട് എന്നിവരാണ് ബിരിയാണി നൽകിയത്. പുതിയ വർഷത്തിൽ ചിക്കൻ ബിരിയാണി കിട്ടിയപ്പോൾ കുട്ടികളും ഹാപ്പിയായി. കോഴിക്കോട് വെള്ളിപ്പറമ്പിലുള്ള ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ ഒരു പുതുവത്സര ആഘോഷം നടക്കുകയാണ്. അതായത് ജനുവരി ആദ്യം തന്നെയും ഇവിടെയുള്ള 3 മെമ്പർമാർ, ഈ ഭാഗത്തെ 3 പഞ്ചായത്തിലെ 3 മെമ്പർമാർ ചേർന്ന് ഈ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്, ഈ കുരുന്നുകൾക്ക് ബിരിയാണി വെച്ച് നൽകുകയാണ്. അവർക്ക് ഇന്നിപ്പോൾ ഈ ബിരിയാണി വിതരണം ചെയ്യുകയാണ്. ഈ മെമ്പർമാർ തന്നെയാണ് ഈ ബിരിയാണി വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ഏതായാലും സ്കൂളിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ആഘോഷം ഇവിടെ നടക്കുന്നത്. കുട്ടികളും വലിയ സന്തോഷത്തിലാണ്. ഏതായാലും ഈ മെമ്പർമാരോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പുതുവത്സരത്തിൽ ഒരു വ്യത്യസ്തമായ ആഘോഷം നടക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? നിലവിൽ നമ്മളിപ്പോൾ പുതുവത്സരമാണല്ലോ, അതുകൊണ്ട് കുട്ടികളിൽ നിന്നാവുമ്പം അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ചെറിയ ഒരു സ്നേഹ ബിരിയാണി കൊടുക്കുക എന്നുള്ളതാണ് അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കുട്ടികളും വലിയ സന്തോഷത്തിലാണ്. എങ്ങനെയാ? തീർച്ചയായിട്ടും നമ്മളെ പ്രാദേശിക ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ പരിപാടികൾക്കും എല്ലാ പരിപാടികൾക്കും മുൻതൂക്കം കൊടുത്തും കൊണ്ട് നമ്മളെ നാട്ടുകാർ ഇടപെടുന്ന ഒരു സ്കൂളും കൂടിയാണ് വെള്ളിപ്പറമ്പിലെ ഈ GLP സ്കൂൾ. അപ്പോൾ ഈ ഒരു സ്നേഹവിരുന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മളെ 3 വാർഡിൽ നമ്മൾ ജയിച്ചു വന്നപ്പം ഇപ്പോൾ അനീഷ് പാലാട്ട്, അതുപോലെ തന്നെ ഞാൻ, മൊയ്തീൻ കോയ, ഞങ്ങൾ 3 ആളും ജയിച്ചു വന്ന അന്നപ്പം നമ്മൾ ഒരു തീരുമാനം എടുത്താണ് നമ്മളെ പ്രാദേശിക സ്കൂളിലേക്കൊരു ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കണമെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹ സന്ദർഭമാണ് ഈ കാണുന്നത്. വ്യത്യസ്തമായ ഒരു പുതുവത്സരാഘോഷം കൂടിയായല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പുതുവത്സരം നമ്മൾ ഒരു കുട്ടികളൊത്ത് സന്തോഷത്തോടു കൂടി കഴിക്കാനാണ് ഇപ്രാവശ്യം നമ്മൾ മെമ്പർമാർ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയുടെ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയത്. സ്കൂളിൻ്റെ കൃത്യമായ ഒരു സഹകരണം കൂടെ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിലെ പ്രധാനാധ്യാപികയായ ബിജി ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അവരോട് കൂടി പ്രതികരണം തേടേണ്ടതുണ്ട്. എന്തോന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ നടക്കുന്നു, കുട്ടികൾക്കും ഒരു സന്തോഷം, ഒരു വ്യത്യസ്തത കൂടിയാണല്ലോ. തീർച്ചയായും വളരെ സന്തോഷം. ന്യൂ ഇയറിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്നേഹവിരുന്ന് ഒരുക്കിയ നമ്മുടെ പ്രിയ മെമ്പർമാർക്കും ഉള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുട്ടികളെ ന്യൂ ഇയർ കളർഫുൾ ആവട്ടെ, ഭക്ഷണവും കളർഫുൾ ആവട്ടെ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ സന്തോഷമാണ് കുട്ടികൾക്കും ഈ വിഷയത്തിലുള്ളത്. ഈ ഇവിടെയുള്ള 3 മെമ്പർമാർ, ബിജു ശിവദാസ്, അതോടൊപ്പം തന്നെ അനീഷ് പാലാട്ട്, PN മൊയ്തീൻ കോയ, ഇവർ ചേർന്നാണ് ഇത്തരത്തിലൊരു ബിരിയാണി വിതരണം ഈ സ്കൂളിൽ, GLP സ്കൂളിൽ, വെള്ളിപ്പറമ്പ് GLP സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും കുട്ടികളും വലിയ സന്തോഷത്തിലാണുള്ളത്. ഇഷ്ടപ്പെട്ടോ ബിരിയാണി? എന്താ പറയാനുള്ളത്? എല്ലാ ദിവസവും വേണമെന്നുണ്ടോ, ആവശ്യമുണ്ടോ? ടീച്ചർമാരോട് പറയോ? എല്ലാ ദിവസവും വേണമെന്ന് ആവശ്യമുണ്ടോ? ബിരിയാണി ഇഷ്ടപ്പെട്ടോ? ക്യാമറ പേഴ്സൺ ജിഷ്ണു ഗിരീഷിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.